സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറന്റ് ഫീലിംഗ്സ് എന്താണെന്നാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ആ വ്യക്തിയെ കുറിച്ച് മനസ്സിൽ ഓർക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. നമുക്കിവിടെ കുറച്ച് കാർഡുകൾ എടുക്കാം. ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കുക. ആ ഒരു എനർജിയിൽ നിന്നാണ് ഈ കാർഡുകൾ എടുക്കുന്നത്. ഇത് കേൾക്കുന്ന നിമിഷം, ഇത് നിങ്ങൾക്കത് കാണുന്നതും സമയം ഒക്കെ നിങ്ങൾക്കത് റിസോണേറ്റ് ആവുന്നതായിരിക്കും. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻഡ്സ് ആണ്. സൺ, 5 ഓഫ് വാൻഡ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, 5 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥങ്ങൾ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും അതിന്റെ അർത്ഥത്തിലേക്കൊക്കെ നമുക്ക് പോവാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് 9 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കിന്റെ സൂചനയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആ ഒരു വഴക്കില് അവർ ഇമോഷണലി ഭയങ്കര വീക്കാണ്. അത് അവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ വളരെയധികം കെയർഫുൾ ആയിരിക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ മേൽ ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അവരെ ഒരുപാട് വിഷമിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാനും മടി കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിരുന്നു അതിലൊക്കെ ഉപരി നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്കൊരു പുതിയ എനർജി ഒക്കെ ഉണ്ടാവുന്നതായിരുന്നു. അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അത്രമേൽ ആഴമേറിയതായിരുന്നു. ആ ഒരു ഡീപ്പ് ഇമോഷൻസ് അവർ നിങ്ങളോട് വ്യക്തമായി പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ ഉള്ളിൽ ഫീലിങ്സ് ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആണ്. കുറെ തെറ്റിദ്ധാരണകൾ, സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന കുറെ ടെൻഷൻസ് ഒക്കെ അവരെ വല്ലാതെ തളർത്തുന്നുണ്ട്. അവരുടെ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല. അവർ നിങ്ങളോട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് പുറകോട്ട് വലിക്കുന്നു. വേണം വേണ്ട എന്നിങ്ങനെ രണ്ട് തീരുമാനങ്ങൾക്കിടയിൽപ്പെട്ട് അവർ ഇമോഷണലി ടെൻസ്ഡ് ആവുന്നു. അവരുടെ മനസ്സിലെ ഇമോഷൻസ് എല്ലാം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. അവർ സൈലന്റ് ആയി ഇരുന്നുകൊണ്ടിട്ട് നിങ്ങളെ അനലൈസ് ചെയ്യാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവുമോ എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് അവർ പ്രകടിപ്പിക്കുന്നില്ല. അത് അവർ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായുള്ള ഒരു റിലേഷൻഷിപ്പ് അവർക്കൊരു അതിലൊരു ഇൻസെക്യൂർഡ് ഫീലിംഗ് അവർക്കുണ്ട്. അതിന്റെ കാരണം അവർ സാമ്പത്തികമായും സ്നേഹം കൊണ്ടുമൊക്കെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം അവരെ ഇമോഷണലി വീക്ക് ആക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു മെന്റൽ സപ്പോർട്ട്, സ്നേഹം ഒക്കെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്നതിനും ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുന്നതിനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിനെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം വേണമെന്ന് മാത്രം. ഇതോടെ ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. കാർഡ് റീഡിംഗ് റിസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.